ഹായ് ഹലോ ഗായ്സ്. അപ്പോൾ നമ്മുടെ ബാച്ചുലർ ഓഫ് ഹരിയപ്പം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോണത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തട്ടിക്കൂട്ട് പുട്ടാണ്. അപ്പോൾ നമുക്ക് രാവിലെ മമ്മി നമുക്ക് പുട്ടുണ്ടാക്കാൻ പുട്ട് കഴിക്കാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കഴിച്ചില്ലായിരുന്നു. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളതൊരു തട്ടിക്കൂട്ട് പുട്ടിലേക്ക് നമ്മൾ മാറ്റാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇപ്പോൾ 1K ആവാറായി. ഇപ്പോൾ 800 സബ്സ്ക്രൈബ് നമ്മൾ മുകളിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ അത് ഒരു 1K ആവാൻ വേണ്ടിയിട്ട് 200 സബ്സ്ക്രൈബേഴ്സിന്റെ കുറവുള്ളൂ. അപ്പോൾ ഇപ്പോൾ 801 തോന്നുന്നു. 199 സബ്സ്ക്രൈബേഴ്സിനും കൂടി കുറവുള്ളൂ. അപ്പോൾ വീഡിയോ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ടിരിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും മറക്കണം സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനലിൽ വരുന്ന ഓരോ വീഡിയോസും എങ്ങനെയുണ്ട്, എന്തൊക്കെ വീഡിയോസ് വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ പറഞ്ഞോളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ തുടങ്ങാൻ പോവാണ്, തട്ടിക്കൂട്ട് പുട്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഗൈസ് നമ്മുടെ ഉരുളി നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്, ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനി ഒഴിക്കാനുള്ളത് നമ്മുടെ വെളിച്ചെണ്ണയാണ്. അപ്പോൾ നമുക്ക് ഈ വെളിച്ചെണ്ണ നമുക്ക് ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ട് വേണ്ടി നമുക്ക് അതിലേക്ക് ഇനി ഇത് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് പൊട്ടി വേണ്ടി നമുക്ക് ഇതിലേക്ക് തക്കാളി സവോള ഇട്ട് കൊടുക്കാം. ആദ്യം സവോള ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ സവോള ഇട്ടു, അതുപോലെ തന്നെ നമുക്ക് പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് വഴണ്ട് വരാൻ വേണ്ടി ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല ആയിട്ട് ഇളക്കുക. നമ്മൾ മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മസാല മിക്സ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് വെള്ളം ഇറങ്ങാൻ വേണ്ടി നമ്മളവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാം. നമുക്ക് മുട്ട നമ്മുടെ ഇതിലേക്ക് മിക്സിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കഴിച്ച് നമ്മൾ രാവിലെ പുട്ടിന്റെ കൂടെ മമ്മി കടല ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ തട്ടിക്കൂട്ട് പുട്ടിലേക്ക് നമുക്കിത് ആ ഉണ്ടാക്കി വെച്ച കടല നമ്മൾ ഒലത്ത് വെച്ചായിരുന്നു തേങ്ങ ഇട്ടിട്ട്. അപ്പോൾ നമുക്ക് ആ കടല നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കടിക്കുമ്പോൾ നന്നായിട്ട് ഒരു ചെറിയൊരു പഞ്ചിന് ഇരുന്നോട്ടെന്ന് വെച്ചിട്ടാണ് നമ്മൾ ഈ കടലയും ചേർത്ത് കൊടുത്തത്. അപ്പോൾ നമ്മൾ സാധാരണ പുട്ട് കഴിക്കണേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ടാവും നമുക്ക് ഇതുപോലെ തട്ടിക്കൂട്ട് പുട്ട് നമ്മൾ ഉണ്ടാക്കി വെക്കുമ്പോൾ. പിന്നെ നമുക്ക് ലേശം ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ പുട്ട് നമുക്ക് രാവിലെ ആകുമ്പോൾ ഉണ്ടാക്കി വെച്ചാൽ ജസ്റ്റ് തണുത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് ഒരു കഷ്ണം പുട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇത് ഇനിയിലേക്ക് ചേർക്കാണ്ട് അതിന് മുന്നേ നമുക്ക് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാം. നമുക്ക് പുട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റെഡി ആക്കി എടുത്ത ഇതേ തട്ടിക്കൂട്ട് പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ തട്ടിക്കൂട്ട് പുട്ട് നമ്മൾ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. പറയുമ്പോൾ തന്നെ തെറ്റിപ്പോണ്ട്, പക്ഷെ നമ്മൾ ഉണ്ടാക്കിയ സാധനം തെറ്റിപ്പോയിട്ടില്ല. നല്ല റെഡി ആയിട്ടാണ് വന്നേക്കണേ. അപ്പോൾ ഇത് നല്ല ചൂടുണ്ട്. അപ്പോൾ നമ്മുടെ കടലയും മുട്ടയും അതിൽ പുട്ടും സവോളയും തക്കാളിയും പച്ചമുളകും അതുപോലെ നമ്മുടെ മസാലയും വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചത് നമ്മൾ മേളിൽ സവോളയും ടോപ്പ് ചെയ്തിട്ട് അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പോകണം. നമ്മൾ വെറുതെ പുട്ടും കടല അല്ലെങ്കിൽ പുട്ടും പഴം പുട്ടും പപ്പടം കൂട്ടി കഴിഞ്ഞാൽ ടേസ്റ്റ് ഇതിലുണ്ട്. മസാല ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവരൊക്കെ ആണെങ്കിൽ
ഇച്ചിരി എരിവോടെ സ്പൈസി ഫുഡ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ കൂടെ ഇത് ഉണ്ടാക്കാൻ വേണ്ടി കുറേ കൂട്ടുകാരുണ്ടായിരുന്നു. അവരെയും കൂടിയും വിളിച്ചിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ട് നമ്മളിത് ബൈ ബൈ പറയുകയാണ്. അപ്പോൾ വാ നമുക്ക് കഴിക്കാം. കൂടി ഞാൻ ടേസ്റ്റ് ചെയ്യാം. വളരെ അപ്പോൾ മറക്കാണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ഞങ്ങൾ വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.